10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഹലോ, ഇന്ന് എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏകദേശം ഒരു 6:30 ടൈമിലാണ്. ബിക്കോസ് വി ആർ ഹെഡിങ് ടു എ ട്രിപ്പ്. വി എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ കുറേ അധികം ആൾക്കാരുണ്ട്. എൻ്റെ കസിൻസും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വഴിയെ കാണാം. കുറച്ച് ലോങ് ഡ്രൈവ് ആണ്. മൂത്തമ്മ കണ്ടില്ലേ, ബാണ്ടക്കെട്ടൊക്കെ എടുത്തിട്ടൊക്കെയാണ് പോണത്. അതേപോലത്തെ 2 ബാണ്ടക്കെട്ട് എനിക്കും ഉണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഡല്ലൂർക്കാണ്. അത് അത്ര വലിയ ലോങ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോങ് ഡ്രൈവ് തന്നെയാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിനാണ്. എൻ്റെ ഉമ്മമാടെ, അതായത് ഉപ്പാടെ ഉമ്മാടെ ബ്രദറിൻ്റെ ഫാമിലിയൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം എന്നതിലുപരി ഞങ്ങളൊരു അടിച്ച് പൊളിച്ച് ട്രിപ്പ് പോകുന്ന ഒരു വൈബിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഒരു കല്യാണം, അവിടുത്തെ ഫാമിലിയുടെ കല്യാണം വരുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി പോവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. രാവിലത്തെ ഫുഡ് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി, ചപ്പാത്തി, കുറുമക്കറി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ചായ പുറത്തുനിന്ന് മേടിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. ഇതുപോലൊരു ട്രിപ്പ് ഞങ്ങൾ പോയത് ഏകദേശം ഒരു 2-2.5 വർഷം മുൻപാണ്. അപ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ മുൻപ് ഞങ്ങൾ ഇതേപോലെ 1-2 ട്രിപ്പ് പോയിട്ടുണ്ട്. അതൊക്കെ കുറേ കാലം മുൻപാണ്. ഇനി ഫാമിലിനെ കുറിച്ച് പറയുകയാണെച്ചെങ്കിൽ ഏകദേശം എല്ലാവരും ഒരാൾക്ക് നെട്ടില്ലെങ്കിൽ അടുത്ത ആൾക്ക് ബോൾട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ ലെവലിൽ അങ്ങ് പോകും. ആക്ച്വലി വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആടലിലാണ് നിൽക്കുന്നത്. ഫുഡൊക്കെ അടിച്ചു, എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ ശേഷം ഇനി കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവാം. കയറ് പൊട്ടിയ പമ്പലം
അങ്ങനെ കുറേ നേരത്തെ പാട്ടിനും കൂത്തിനും ഒക്കെ ഒടുവിൽ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെയും യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ ചുരമൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും സൈലൻ്റായി. കാരണം നമ്മളെ നാട് പോലെ അല്ലല്ലോ, അവിടെ കാണാനൊക്കെ വ്യത്യാസമല്ലേ. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിരുന്നിട്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു. നമ്മൾ രാവിലെ ഒരു 6:30-6:45 സമയത്താണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു 11:30 ഏകദേശം ആ ഒരു സമയത്തൊക്കെ തന്നെയായിരുന്നു. നമ്മളങ്ങനെ വെച്ചടിച്ച് പോയതൊന്നല്ല, നല്ല ആസ്വദിച്ച് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് 2-3 സ്ഥലത്തൊക്കെ നിർത്തി റിലാക്സ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ മെയിൻ ഉദ്ദേശം കല്യാണം എന്നതിൽ ഉപരി സ്ഥലം കാണുക, ഒരു എൻ്റർടൈൻമെൻറ്റ്, അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ എത്തി, അവിടെ പെണ്ണിനൊക്കെ കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഫുഡ് അടിച്ചു. ഫുഡിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് പറയണം, അടിപൊളി റൈസ് ആയിരുന്നു. റൈസ് എന്താ പറയുക, അടിപൊളി എന്നതിലപ്പുറം വല്ല വാക്കുണ്ടോ, അത്രക്ക് ഗംഭീരമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വെച്ചത് വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണിൻ്റെ ഉപ്പാടെ ഏട്ടനും കൂട്ടരും ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് എങ്ങനെയുണ്ട്, നമ്മളെ ആൾക്കാരാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഗംഭീരമായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു, ചിറിളിച്ചിരുന്നു. ഫാമിലി മെമ്പേഴ്സിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഹോർമോൺ അങ്ങ് ഉണർന്നു. അപ്പോൾ പിന്നെ നടക്കാൻ ആഫിയത്തുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ചുറ്റോറും എങ്ങനെയുണ്ട്, നമുക്ക് 4 ഭാഗം പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. എങ്ങോട്ടോ അതൊക്കെ ഒരു അറിയില്ല. വീടാണോ? ഞങ്ങൾ ഈ പോയ വഴിയിൽ മാംഗോസ്റ്റീൻ്റെ മരം ഉണ്ടായിരുന്നു, പിന്നെ അവക്കാഡോൻ്റെ മരം അതൊക്കെ ഉണ്ടായിരുന്നു. അവക്കാഡോ ഒക്കെ അയ്യോ എന്തോരായിരുന്നു, പക്ഷെ കുഞ്ഞേതായിരുന്നു കേട്ടോ. അങ്ങനെ കൊല 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 പോലെ നിറച്ചുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്താളിപ്പിലാണ് നമ്മളൊക്കെ നിന്നിരുന്നത്. പിന്നെ പൊട്ടനും ചട്ടനും കൂടി ഒരുമിച്ച് പോയാൽ എങ്ങനെയായിരിക്കും, അതേ അവസ്ഥയായിരുന്നു. മാംഗോസ്റ്റീൻ ആണെന്ന് തോന്നുന്നു. എന്റെ വീട്ടിലുണ്ട് അല്ലേ? ഡാഡി 3 വർഷമായിട്ട് കൊടുന്ന് വെച്ചിട്ട് ഇതുവരെ പൂത്തിട്ടില്ല. എല്ലാം പറക്കിക്കൊണ്ടുണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് എന്താന്ന് നോക്കാം. വലിയ കാര്യത്തില് ഏതെന്താന്ന് പറഞ്ഞിട്ടാ പോയത്? അല്ല, അടിപൊളി എന്തോ ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ കയറ്റൊക്കെ വലിഞ്ഞു കയറി പോയതാണ്. പക്ഷെ ആരുടെ ഉണ്ട്, പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്കാണ് വലിഞ്ഞു കയറി പോയത്. ആറ്റത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത്. അടി കിട്ടാതിരിക്കാൻ ഗേറ്റിന്മേ എത്തിയപ്പോ തന്നെ ഞങ്ങള് തിരിച്ചു പോയി. ഇനി അടുത്ത ലൊക്കേഷൻ തപ്പട്ടെ. പിന്നെ ഞങ്ങള് റോട്ടിൽ കൂടെ അങ്ങനെ നീളനെ നടന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ലൊക്കേഷൻ എന്നൊന്നുമില്ല, ആരോടൊന്നും ചോദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേയിലത്തോട്ടം കാണുക എന്നുള്ളതാണ്. അവിടെ കയറി ഒന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ വണ്ടിയിൽ വരുമ്പോൾ എടുക്കായിരുന്നു. പക്ഷേ ഇതൊരു വൈബാണല്ലോ, അങ്ങനെ തേടി പിടിച്ച് കണ്ടെത്തിയിട്ട്. അങ്ങനെ കുറേ ദൂരം നടന്ന് ഞങ്ങൾ എവിടെയോ എത്തി. എവിടേക്കാ പോണ? വീട്ടിലേക്കാണോ പോണത്? ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷം തേയിലത്തോട്ടത്തിനെ കണ്ടു. തേയിലത്തോട്ടത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കണ്ട ഒരു പട്ടി കുറച്ച് പുറം നിന്നൊക്കെ എന്താ കടകള് പ്രശ്നം. അയ്യോ, പട്ടി കുറക്കുന്നുണ്ട് ഗായ്സ്, കാണാനില്ല ഗായ്സ്. എവിടെയാണോ പട്ടി? അവിടെ മാംഗോസ്റ്റിൻ ഉണ്ടെന്ന് ചാനൽ മുതലാളി പറയുന്നുണ്ട്. അതാക്കറിയ വല്ല മാരക്കനാണ് കേട്ടോ. മാംഗോസ്റ്റിൻ എന്താണ്, ഒരു തേയിലത്തോട്ടം ഇറങ്ങിയിട്ട് ഏതോ കൂടല്ലൂരത്തെ ഏതോ അറിയാത്ത വഴി ഏതോ നാട്ടിൽ കൂടെ ഒക്കെ നടന്നു പോണ്ട്. എവിടുക്കാന്ന് പോലും അറിയാത്തത്. അയ്യോ വഴി കഴിഞ്ഞൂന്ന്. അയ്യോ വഴി തെറ്റീന്ന്. അടപടലം മൂഞ്ചിയിരിക്കുന്നു. പേർഷ്യൻ കാറ്റ് പോലെ. വാ, വാട്ട് ബ്യൂട്ടിഫുൾ. ഇത് മറ്റേ പൂച്ച.
അപ്പം അങ്ങനെയാണ് പറഞ്ഞു വന്നത്. എവിടേക്കോ അറിയാത്ത ഞങ്ങൾ ആ ഒരു മലയുടെ മുകളിക്കാന്ന് പറഞ്ഞിട്ട് കയറിയതാ. ആ വഴി അങ്ങനെ നടന്ന് അവസാനം വഴി തീർന്നു. ഒരു വീടിന്റെ സൈഡിൽ വെച്ച വഴി തീർന്നു. പക്ഷെ ആ വീടിന്റെ ബാക്കിൽ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് അങ്ങനെ കയറാൻ പറ്റാതെ ആകെ കച്ചറ രൂപത്തിലാണ് കിടന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ ലക്ഷ്യം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഇതിലും അപ്പുറം നടക്കാനുള്ള ഒരു സ്റ്റാമിന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. 11:30 കല്യാണ മണ്ഡപത്തിലെത്തി ഏകദേശം ഒരു 12 മണി 12:30 ഉള്ളിൽ ഫുഡും അടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. തിന്ന ഭക്ഷണമൊക്കെ ദഹിച്ചിട്ടുണ്ടാവും. അത് കാരണം ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞു ഇറങ്ങി. റിട്ടേൺ വരുന്ന സമയത്ത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. എന്താണ് ഈ തേയിലത്തോട്ടത്തിൽ ഇത്രമാത്രം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ വീടിന്റെ ചുറ്റോറും തെങ്ങും പ്ലാവും മാവൊക്കെ അല്ലേ, അതൊക്കെ കണ്ട് പിന്നെ തേയിലത്തോട്ടം കാണുമ്പോൾ ഒരു ഇത് അത്രേ ഉള്ളൂ. അതിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി 1-2 സാധനങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മേടിച്ചു, കണ്ടു, തിരിച്ചിറങ്ങി. അപ്പൊ ചായ കുടിച്ചിട്ട് എല്ലാവരും ഉഷാറായിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാരും രംഗത്തിറങ്ങി വണ്ടി നിൽക്കാൻ സ്ഥലം പക്ഷെ പാട്ട് അതെ പഠിക്കാൻ ആവേശം തുള്ളിയെന്നപ്പോ പാട്ടെവിടെ പോവാണ്. ഈ ഒരു ക്ലിപ്പിന്റെ ഒറിജിനൽ സോങ് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അപ്പൊ ഇതിന് പറ്റിയ പാട്ട് നിങ്ങൾ മനസ്സിൽ തന്നെ സങ്കല്പിച്ചു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആറാടുകയായിരുന്നു. വീടെത്തോളല്ല, അതിന് മുന്നേ നമ്മൾ കുറെ നേരം ആറാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് അടിക്കാൻ ഇറങ്ങി. ഫുഡ് അടിച്ചപ്പോൾ പിന്നെ എല്ലാവരും മയക്കം പിടിച്ചു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഗൂഡല്ലൂർ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാ.